ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് അപവാദ ദർശനത്തിലെ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ശ്ലോകം: ചിദേവ നാന്യതാ ഭാതി ചിദപരമതോ നഹി യച്ഛ നാഭാതി തദസത്യദസക്തന്ന ഭാതി ച. അന്വയം: ചിത്ത് ഏവ ആഭാതി ന അന്യത് ആഭാതി അതഃ ചിദപരം നഹി യത് ന ആഭാതി ച തത് അസത്ത് യത് അസത്ത് തത് ന ആഭാതി ച. അർത്ഥം: ചിത്ത് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ, മറ്റൊന്നും പ്രകാശിക്കുന്നില്ല. അല്ലെങ്കിൽ ചിത്തല്ലാതെ മറ്റൊന്നും പ്രകാശിക്കുന്നില്ല. യാതൊന്ന് പ്രകാശിക്കുന്നുവോ അത് ഉള്ളതാണ്, യാതൊന്ന് പ്രകാശിക്കുന്നില്ലയോ അത് അസത്താണ്, സത്തയില്ലാത്തതാണ്. സത്തയില്ലാത്തത് പ്രകാശിക്കുന്നുമില്ല. അതായത് കാണുന്നതെല്ലാം ചിത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് ചിത്ത്? ചിത്ത് എന്ന വാക്കിന് ജ്ഞാനം, ബുദ്ധി, മനസ്സ്, ബ്രഹ്മം എന്നൊക്കെ അർത്ഥമുണ്ട്. ബ്രഹ്മത്തെ സച്ചിദാനന്ദം എന്ന് പറയുന്നതിൽ ഉള്ള ചിത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. 1. അതിൻ്റെ ഉണ്മ, ഉണ്ട് എന്ന സ്ഥിതി അഥവാ സത്ത. 2. ഉണ്മയെ പ്രകാശിപ്പിക്കുക അഥവാ പ്രകടമാക്കുക, അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന കാര്യം വെളിവാക്കാനുള്ള കഴിവ്. 3. അതുണ്ട് എന്ന അറിവ്. ബ്രഹ്മത്തിൽ പറയുന്ന സച്ചിദാനന്ദത്തെ ഈ 3 കൂട്ടമായി തിരിക്കാം. ബ്രഹ്മത്തിൻ്റെ ഉണ്മയാണ് സത്ത് എന്ന് പറയുന്നത്. ഈ സത്ത ഘനീഭവിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന സങ്കല്പത്തിലാണല്ലോ 1-ാം ശ്ലോകം അസ്ഥിചേത് സത്ഖനം സർവം എന്ന് പറഞ്ഞത്. 2ാമത് പറഞ്ഞ ചിത്ത് എന്നത് ബ്രഹ്മത്തിൻ്റെ ഉണ്മയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്. ഇതിനെ ബോധശക്തി എന്നും പറയാം. ഞാൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്നതിൽ ഞാൻ ഉണ്ട് എന്നത് സത്വം, ഞാൻ അറിയുന്നു എന്നത് ചിത്തും ആണ്. സത്തും ചിത്തും ചേർന്ന് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് ആനന്ദം. എൻ്റെ നിദ്രയിൽ ഞാൻ എല്ലാം വിസ്മരിച്ച് ചിത്തിൽ ലയിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്നു. സ്വപ്നത്തിൽ ചിത്പ്രകാശത്തെ സ്വപ്നദൃശ്യങ്ങളായി കണ്ട് അതിൽ ലയിക്കുന്നു. ഉണർവിൽ എന്നിൽ ഇരിക്കുന്ന ചിത്സ്വരൂപം 1000 സുന്ദര ദൃശ്യങ്ങൾ പ്രപഞ്ചരൂപേണ എൻ്റെ മുൻപിൽ പ്രകാശിപ്പിച്ച് കാണുന്നു. പുഞ്ചിരിക്കുമാ പൂവിൽ, സഞ്ചരിക്കുമാ നീരിൽ, ചന്ദ്രികാത്മകം വാനിൽ, വിടരും പ്രഭാതത്തിൽ, രക്തവർണ്ണാഭാംബര സന്ധ്യയിൽ, നക്ഷത്രങ്ങളൊത്തൊരാ നിശീതത്തിൽ ഒക്കെയും ബ്രഹ്മാനന്ദം. ചിൽപ്രകാശമല്ലാതെ മറ്റൊന്നും കാൺമാനില്ല. സച്ചിദാനന്ദം തന്നെ സർവ്വതും ഞാനും നീയും. പറഞ്ഞു വന്നപ്പോൾ കവിത പോലെയായി. പക്ഷേ ഇത് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. ചിദേവ നാന്യതാഭാതി. സർവത്ര പ്രകാശിക്കുന്നത് ചിത്ത് മാത്രമാണ്. എല്ലാ രൂപവും ചിത് സ്വരൂപമാണ്. അന്യത് എന്ന ആഭാതി, മറ്റൊന്നും പ്രകാശിക്കുന്നില്ല, കാണാനില്ല. ഈ കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ സർവം വിഷ്ണുമയം ജഗത്ത് എന്ന് പറഞ്ഞ അവധൂത സന്യാസിയെപ്പോലെ ആവണം.
ചിത്പ്രകാശത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. തന്നിൽ തന്നെ ഈശ്വരനെ കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ സർവ്വതും ഈശ്വരനിൽ സമർപ്പിക്കുന്ന അവസ്ഥ. ഇത് എങ്ങനെയെന്ന് ശങ്കരാചാര്യർ പറയുന്നത് കാണുക. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാസ്ഥേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരം പദയോ പ്രദക്ഷിണഗതി സ്തോത്രം തു സർവേ ഗിര യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. അല്ലയോ ശംഭോ, ശിവഭഗവാനെ, അങ്ങ് തന്നെയാണ് ആത്മാവ്, പാർവതീദേവി ചിത്തും, പ്രാണങ്ങൾ അങ്ങയുടെ സഹചരന്മാരാണ്. ഈ ശരീരം അങ്ങയുടെ ഗ്രഹമാണ്. ഞാൻ ചെയ്യുന്ന വിഷയോപഭോഗങ്ങൾ അങ്ങേക്കുള്ള പൂജകളാണ്. നിദ്രയാണ് സമാധി. ഞാൻ പാദങ്ങളാൽ നടത്തുന്ന സഞ്ചാരമെല്ലാം അങ്ങേക്കുള്ള പ്രദക്ഷിണങ്ങളാണ്. എൻ്റെ വാക്കുകളെല്ലാം അങ്ങേക്കുള്ള സ്തോത്രഗീതങ്ങളാണ്. എൻ്റെ എല്ലാ പ്രവൃത്തികളും അങ്ങേക്കുള്ള ആരാധനമാണ്. ഗുരുദേവൻ പറയുന്ന മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യുന്ന മനുജൻ്റെ അവസ്ഥയാണ് ഇത്. ചിത് സ്വരൂപം മനസ്സിൽ പ്രകാശിക്കുമ്പോൾ അതേ ചൈതന്യത്തെ തന്നെയാണ് സർവ്വതിലും കാണുന്നത്. ചിൽപ്രകാശമില്ലെങ്കിൽ കാണുന്നതൊക്കെ കയറിൽ പാമ്പിനെ കണ്ടതുപോലെ സർവ്വതും മായയായിരിക്കും. ഈ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടി. വീട്ടിലെ കുട്ടികൾക്ക് ഒരു കൂട്ടുകാരനാണ്. അവർ അതിനോട് ഒത്ത് കളിക്കുന്നു. അതിൻ്റെ വിശപ്പും ദാഹവും മാറ്റാൻ തീറ്റയും വെള്ളവും കൊടുക്കുന്നു. സ്വന്തം ആഹാരത്തിൻ്റെ പങ്കുപോലും അവർ ആ ആട്ടിൻകുട്ടിക്ക് സന്തോഷത്തോടെ കൂടി കൊടുക്കുന്നു. അതിൻ്റെ സുഖദുഃഖങ്ങൾ സ്വന്തം സുഖദുഃഖങ്ങളായി അവർ കരുതുന്നു. അതിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവർ വിലപിക്കുന്നു. എന്നാൽ ഒരു കശാപ്പുകാരൻ്റെ ദൃഷ്ടിയിൽ ഈ വക ഒരു കാര്യവും കാണുകയില്ല. അയാളുടെ ദൃഷ്ടിയിൽ അത് വെറും മാംസപിണ്ഡം മാത്രം. ആത്മചൈതന്യം കെട്ടുപോയിട്ടില്ലാത്ത ശിശുക്കളുടെ ദൃഷ്ടിയിൽ കാണുന്നതെല്ലാം ചൈതന്യവത്താണ്. ക്രൂരമായ ഹിംസാകർമ്മം കൊണ്ട് ജഡപ്രായമായ മനസ്സോടുകൂടിയ കശാപ്പുകാരൻ്റെ ദൃഷ്ടിയിൽ ചൈതന്യമുള്ള വസ്തുക്കളും ജഡമായി തന്നെ കാണപ്പെടുന്നു. യച്ഛനാഭാതി തദസത്. യാതൊന്നാണോ പ്രകാശിക്കാത്തത് അത് അസത്ത് ആണ് എന്ന് പറയുമ്പോൾ പ്രകാശിക്കാത്തത് ആയ എന്തു വസ്തുവാണ് ഉള്ളത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാഴ്ചകൾ പ്രകാശം കാരണമാണ് ഉണ്ടാകുന്നത്. അതിനാൽ കാണപ്പെടുന്നതെല്ലാം പ്രകാശമാനമാണ്. പ്രകാശിക്കാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നാം കാണുന്നുമില്ല. ചിത്ത് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതിൽ കാണപ്പെടുന്നതെല്ലാം ചിത് സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യം ബോധ്യമാകുന്നതിനു വേണ്ടി ഗുരുദേവൻ എഴുതിയ ഗദ്യപ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നും ഇല്ല. ഈ പറയപ്പെട്ട പരമാത്മാവ് തന്നെയാണ് ചിത്തായി പ്രകാശിക്കുന്നത്. കാണാനുള്ള വസ്തു ഉണ്ടെന്ന കാരണം കൊണ്ട് കാഴ്ചയുണ്ടാകണമെന്നില്ല. കാഴ്ചയുണ്ടാകാൻ കണ്ണിന് കാഴ്ചശക്തിയും വേണം. ഇത് രണ്ടുമില്ലാത്തവർക്ക് സൂര്യൻ ഉദിച്ചാലും പ്രയോജനമില്ല. ഉള്ളിൽ പരമാത്മചൈതന്യത്തിൻ്റെ പ്രകാശം പതിയാത്തവർക്ക് അവരുടെ മനസ്സുണ്ടാക്കുന്ന മായാക്കാഴ്ചകൾക്ക് അപ്പുറം ഒന്നും കാണാൻ കഴിവില്ല. ന ആഭാതി തത് അസത്ത് എന്ന് പറഞ്ഞതിൽ പ്രകാശിക്കാത്തത് എന്താണ്? അത് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ താമസി എന്ന ശക്തിയാണ്.
അത് അവിദ്യയാണ്. അത് സത്തയില്ലാത്തതാണ്. അത് നിഴൽ പോലെയാണ്. എപ്പോഴും പ്രകാശത്തിന് എതിരായി നിൽക്കും. യാതൊരുത്തൻ്റെ മനസ്സിൽ ഈ അവിദ്യ കുടിയിരിക്കുന്നുവോ അവരുടെ കാഴ്ചയിൽ ഇതെല്ലാം ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം യഥാ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. മനസ്സിൽ നിന്ന് അവിദ്യ പോകണമെങ്കിൽ, അവിടെ ആത്മചൈതന്യം പ്രകാശിക്കണമെങ്കിൽ ഭക്തിയും നിഷ്കാമ കർമ്മങ്ങളും കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കണം. ശുദ്ധമായ മനസ്സിൽ ചിൽപ്രകാശം തെളിയും. അപ്പോൾ കാണുന്നതെല്ലാം ചിൽസ്വരൂപം തന്നെയാകും. ഉള്ളിൽ ഉള്ളതിൻ്റെ പ്രതിബിംബമാണ് കാണുന്നതെല്ലാം. അല്ലയോ കൃഷ്ണ, നീ എൻ്റെ കണ്ണുകളിൽ വന്നിരുന്നാലും എന്ന് മീരാബായി പ്രാർത്ഥിക്കുന്നത് സർവ്വതും ഭഗവന്മയമായി കാണാനുള്ള കഴിവിനു വേണ്ടിയാണ്. ആദ്യന്തരഹിതമായ പരബ്രഹ്മമാണ് സർവ്വതും എങ്കിൽ സൃഷ്ടിയും സംഹാരവും ജനന മരണങ്ങളുമെല്ലാം എങ്ങനെ സംഭവിക്കും? ഭഗവത്ഗീത പറയുന്നു, ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് ജനനമരണങ്ങളില്ലാത്തതാണ്. പൂർവജന്മമോ പുനർജന്മമോ ഒന്നും ഇതിനില്ല. ഇത് ജനിക്കാത്തതും നിത്യവും ശാശ്വതവും പണ്ടേ ഉള്ളതും ശരീരത്തിൻ്റെ നാശം സംഭവിക്കുമ്പോൾ നശിക്കാത്തതും ആണ്. അങ്ങനെയുള്ള വസ്തുവാണ് സർവത്ര പ്രകാശിച്ച് നിൽക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.